അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തു. ഇഡ്ഡലി തട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിന്റെ തട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി തൊലിയെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്ത സവാള വെച്ച് കൊടുക്കാം. എല്ലാ കുഴികളിലും വെച്ച് കൊടുക്കാം. 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് 5 സവാളയുടെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഇനി ഇതിലേക്ക് ഒരു 15 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവൊന്നുമില്ല. ഒരു മീഡിയം സൈസ് പച്ചമുളകാണ്. നല്ല വലിപ്പമുള്ള നീളത്തിലുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ആവിയേറ്റ് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മൾ സവാളയും പച്ചമുളകും ആവിയേറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. സവാളയും പച്ചമുളകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൽ തട്ടെടുത്ത് പുറത്ത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു കുട്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോവരുത് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി നല്ലോണം ഒന്ന് റോസ്റ്റായി വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പം കടുകെല്ലാം പൊട്ടി ഉലുവയെല്ലാം നിറം മാറി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഇത് ചൂട് മാറാൻ വെക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ആവിയേറ്റി വെച്ച സവാളയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇടരുത്. ഇതുപോലെ ഒന്ന് നമുക്ക് കൈകൊണ്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് സവാള മുറിച്ച് ജാറിലേക്ക് ഇടാം. അപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വെള്ളം ഒന്നും ചേർക്കാതെ ഇത് പച്ചമുളകും സവാളയും ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ വേവിച്ചെടുത്ത സവാളയും വേവിച്ചെടുത്ത പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ മറ്റേതെങ്കിലും എണ്ണയിലോ ചെയ്യാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം നല്ലെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം. അപ്പം കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് സവാളയും അരച്ചത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂടെ തന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ മൂപ്പിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിലിട്ട് മൂപ്പിച്ചെടുത്താലും മതി. ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ച് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. പഴഞ്ഞിരിക്കുന്ന പരുവം മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. വെള്ളത്തിന്റെ ആ ഒരു ഒക്കെ മാറി നല്ലോണം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരണം. 4-5 മിനിറ്റ് എങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവൊന്നും ഇല്ല. ഒരു നിറം മാത്രമേ കിട്ടുള്ളൂ. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മുളക് പൊടി ചേർക്കണം. നമ്മൾ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ, ഒരുപാട് എരിവായി പോവും. മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കടുകും ഉലുവയൊക്കെ വറുത്ത് നമ്മൾ ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്ത് അങ്ങ് ചേർക്കുക. അതും കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് പണികളൊന്നുമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നോക്കാം. ആദ്യം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ദാ നല്ലോണം കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ കറക്റ്റാണ്, ഒരുപാട് കൂടി പോയിട്ടൊന്നുമില്ല. നമ്മൾ പച്ചമുളകിലാണ് ചെയ്തെടുത്തെങ്കിലും ഒരുപാട് എരിവൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പം ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റിൽ ഞാനിപ്പോൾ ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദോശയുടെ കൂടെ കഴിക്കാം, ഇഡലിയുടെ കഴിക്കാം, ചപ്പാത്തിയുടെ കഴിക്കാം, എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ചൂട് മാറിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ദൂരെയൊക്കെ പോകുന്നവർക്കും ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണിത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്